സ്വർഗപുഷ്പങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം എലൈസ് ആണേ. ജീസസ് ഇസ് മൈ ഓൾ ഇൻ ഓൾ. മദർ തെരേസയുടെ ആത്മീയ ഉപദേഷ്ടാവ് ജെസ്യൂട്ട് ഫാദർ സെലസ്റ്റീൻ വാൻ എക്സം അമ്മയെ പറ്റി ഇപ്രകാരം പറഞ്ഞു. അവളുടെ ജീവിതത്തിന്റെ അർത്ഥം മുഴുവൻ ഒരാളായിരുന്നു, ഈശോ. ഒരിക്കൽ ഒരു റിപ്പോർട്ടർ അമ്മയോട് ചോദിച്ചു, യേശുവിന് എന്ത് സ്ഥാനമാണ് അമ്മയുടെ ജീവിതത്തിൽ അമ്മ കൊടുക്കുന്നത്? അമ്മ പെട്ടെന്ന് മറുപടി പറഞ്ഞു, ഐ ഗിവ് ഹിം ഓൾ ദ പ്ലേസ്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ മദർ തെരേസയെ കുറിച്ചാണ്. 1997 സെപ്റ്റംബർ 5 അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. 2 ദിവസത്തിന് ശേഷം ജോൺ പോൾ രണ്ടാമൻ പാപ്പ അമ്മയെ പറ്റി പറഞ്ഞതിങ്ങനെ: അവരുടെ ആ ചെറിയ രൂപം ഇപ്പോഴും വ്യക്തമായി എന്റെ ഓർമ്മയിലുണ്ട്. പാവങ്ങളിൽ പാവങ്ങളായവർക്ക് വേണ്ടി ഒരു ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച് കുനിഞ്ഞു പോയൊരു രൂപം. പക്ഷെ ഒരിക്കലും കുറയാത്ത ആന്തരികോർജത്തിന്റെ ഉടമ, ഉപവയുടെ സഹോദരി. മദർ തെരേസയുടെ ആ പേര് പോലെ തന്നെ സത്യമായിരുന്നു അത്. 1928 ഒക്ടോബർ 13 ട്രെയിനിൽ കയറി തന്റെ അമ്മയ്ക്ക് കൈവീശി യാത്ര പറഞ്ഞതാണ് മദർ. പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. 1972 ജൂലൈ 12 തന്റെ അമ്മ മരിച്ചു കഴിഞ്ഞു പോലും ദാരിദ്ര്യക്ലേശം ധാരാളം ഉണ്ടായപ്പോഴും ചുറ്റിനുള്ള പാവങ്ങളെ ഭക്ഷണമായിട്ടും കഴിയുന്ന പോലെ പണിയെടുത്തു കൊടുത്തും ഒക്കെ സഹായിച്ച ആളാണ് മദറിന്റെ അമ്മ. ആഴ്ചാവസാനങ്ങളിൽ പോലും ഒന്ന് വിശ്രമിക്കാതെ മകളെയും കൂട്ടി രോഗികളെ പരിചരിക്കാൻ പോയി. ഭാവിയിൽ താൻ ചെയ്യാനിരിക്കുന്ന ശുശ്രൂഷയ്ക്കായി ആ അമ്മയിലൂടെ തന്റെ മനസ്സൊരുക്കുകയായിരുന്നു ദൈവം എന്നാണ് മദർ അതേപ്പറ്റി പിന്നീട് അനുസ്മരിച്ചത്. എന്റെ പരിശുദ്ധയായ അമ്മയുടെ മടിത്തട്ടിലായിരുന്നു എന്റെ പ്രാഥമിക വിദ്യാലയം. അവിടെ നിന്നാണ് ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും അവിസ്മരണീയ പാഠങ്ങൾ ഞാൻ പഠിച്ചത്, മദർ പറഞ്ഞു. കൽക്കട്ടയിലെ ലൊറേറ്റോ സ്കൂളിൽ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ചേരിയിലെ പാവങ്ങളുടെ അടുത്തേക്ക് ചുവടുവെക്കാൻ മദർ തെരേസ ധൈര്യം കാണിച്ചതിന് പിന്നിൽ ലോകമോഹങ്ങളെ തൃണവൽക്കരിച്ച ഉപേക്ഷയുടെ ശക്തിയുണ്ട്. കരുണാർദ്ര സ്നേഹത്തിന്റെ ആൾരൂപമായ സിസ്റ്റർ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടങ്ങളിൽ തെരുവ് കുട്ടികളെ വിളിച്ചിരുത്തി പഠിപ്പിച്ചിരുന്നു. ഒരു ദിവസം ക്ലാസ്സിൽ വന്ന കുട്ടി ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. മദർ വണ്ടിക്കൂലിക്ക് കൊണ്ടുവന്ന 3 അണ മാത്രം കയ്യിലുണ്ടായിരുന്നു. അതവന് ഭക്ഷണം വാങ്ങാൻ കൊടുത്തു. ക്ലാസ് കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് പോയത് കിലോമീറ്ററുകൾ നടന്നാണ്. കരുണ കാണിക്കുമ്പോൾ ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സുരക്ഷിത തത്വങ്ങൾ പലതും ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോഴും സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാം നഷ്ടമാകും വരെ, അതിലുപരി സ്വയം ഇല്ലാതാകും വരെ. ഈ നഷ്ടവും ഇല്ലാതാവലുമാണ് ആത്മീയതയുടെ വിജയവും നേട്ടവും. അവൾ സ്കൂൾ പ്രിൻസിപ്പൽ ആയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അമ്മ അവൾക്ക് എഴുതിയ കത്ത് ഇങ്ങനെ: പ്രിയ കുഞ്ഞെ, പാവങ്ങൾക്ക് വേണ്ടിയാണ് നീ ഇന്ത്യയിലേക്ക് പോയതെന്ന് മറന്നു പോകരുത്. നാം പണ്ട് പരിചരിച്ചിരുന്ന സാധു സ്ത്രീ ഫീലിയെ ഓർക്കുന്നുണ്ടോ? അവരുടെ ദേഹം മുഴുവൻ വ്രണമാണ്. എന്നാൽ അവളെ ഏറ്റവും വേദനിപ്പിക്കുന്നത് ആ വ്രണങ്ങളല്ല, എല്ലാവരും അവളെ ഉപേക്ഷിച്ചത് ഓർത്താണ്. ഏറ്റവും നിസ്സാരരിലേക്കും ഒരു വിലയുമില്ലാത്തവരിലേക്കും താഴുന്നതും കൂടെയാണ് ശൂന്യവൽക്കരണം. കൽക്കട്ടയിലെ തെരുവുകളിൽ മദർ തെരേസ കണ്ട കാഴ്ചകൾ ദയനീയമായിരുന്നു. ദാരിദ്ര്യത്തിന്റെ കാരാഗൃഹ ചേരിയിൽ സ്ഥിരം വസിക്കുന്ന പാവങ്ങൾ, എച്ചിലിനു വേണ്ടി തെരുവ് നായ്ക്കളുമായി മത്സരിക്കുന്ന കുട്ടികൾ, നഗ്നത മറയ്ക്കാൻ പോലും വസ്ത്രമില്ലാതെ വിറങ്ങലിച്ചു മരിക്കുന്നവർ, ആരാരും തുണിയില്ലാതെ വഴിയിൽ കിടക്കുന്ന കുഷ്ഠരോഗികൾ, ചുമച്ചും ചോര ഛർദ്ദിച്ചും തളർന്നു വീഴുന്ന ക്ഷയരോഗികൾ, പുഴുത്തും ഉറുമ്പരിച്ചും മരിക്കാതെ കിടക്കുന്ന മരണാസന്നർ, ആരാരും നോക്കാനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ. ഇവരിലെല്ലാം കുടികൊള്ളുന്ന അവളുടെ മണവാളനായ ഈശോയെ കാണാനാണ് അവളോട് ഈശോ പറഞ്ഞത്. അവരിലുള്ള ആ ഈശോയെയാണ് സ്നേഹിക്കേണ്ടതും സേവിക്കേണ്ടതും ശുശ്രൂഷിക്കേണ്ടതും. അവർക്ക് അമ്മയാകണം. എന്റെ ഏറ്റവും വലിയ സഹോദരരെ ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന വചനം ഒരിക്കലും വിസ്മരിക്കരുതെന്ന ബോധ്യവും അവൾക്ക് കിട്ടി. 1946 സെപ്റ്റംബർ 10 കൽക്കട്ടയിൽ നിന്ന് ഡാർജിലിംഗിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടയിലാണ് കോൺവെന്റിലെ സുരക്ഷിതത്വം വിട്ട് പാവങ്ങളിലേക്ക് ഇറങ്ങാനുള്ള പ്രചോദനം മദറിന് വ്യക്തമായി ലഭിക്കുന്നത്. കോൾ വിത്തിൻ എ കോൾ എന്നാണ് മദർ അതിനെപ്പറ്റി വിവരിച്ചിട്ടുള്ളത്. സ്നേഹത്തിനും ആത്മാക്കൾക്കും വേണ്ടിയുള്ള ഈശോയുടെ ദാഹം അത് ഏതു വിധേനയും ശമിപ്പിക്കണമെന്ന ആഗ്രഹമായി അവളുടെ ചങ്കിൽ കയറിക്കൂടി. പാവങ്ങൾ അവഗണിക്കപ്പെടുന്നതിൽ, അവരുടെ വിടവുകളിലേക്ക് ഈശോയെ കൊടുക്കാൻ ആരുമില്ലാത്തതിൽ, അവരുടെ ഇരുണ്ട ജീവിതങ്ങളിൽ അവന്റെ പ്രകാശമായി അവരിലേക്ക് ഇറങ്ങാൻ ആളില്ലാത്തതിലുള്ള അവന്റെ വേദന അവളെ കുത്തി തുളച്ചു. മഠത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാനും പുതിയ സന്യാസ സമൂഹം തുടങ്ങാനുമുള്ള അനുമതിക്ക് വേണ്ടി 2 കൊല്ലം ക്ഷമയോടെ മദർ കാത്തിരുന്നു. തനിക്ക് ലഭിച്ച വിളിക്കുള്ളിലെ വിളിയെപ്പറ്റി പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നെങ്കിലും മേലധികാരികളെ ധിക്കരിക്കാൻ അമ്മ ആഗ്രഹിച്ചില്ല. അനുമതി കിട്ടിയ പാടെ 1949 ഓഗസ്റ്റ് 18
ലൊറേറ്റോ കോൺവെന്റിന്റെ പടിയിറങ്ങുമ്പോൾ മദറിന് താങ്ങില്ല, തണലില്ല, തല ചായ്ക്കാൻ ഇടവുമില്ല. കയ്യിൽ ആകെയുള്ളത് 5 രൂപ. ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങ് എനിക്ക് തുണ, അങ്ങ് മാത്രം. അങ്ങിനെ കൈവിടില്ലെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. മദർ തെരേസ മഠത്തിലെ വേഷം ഉപേക്ഷിച്ച് പടിയിറങ്ങുന്നത് കാണാൻ നിന്ന സിസ്റ്റേഴ്സിനൊന്നും അത് കാണാൻ കഴിഞ്ഞു പോലുമില്ല. ഒരു നിമിഷം പോലും വൈകിക്കാതെ മദർ വേഷം മാറി ഇറങ്ങിയത്. മനുഷ്യരുടെ അംഗീകാരത്തിനും നല്ല വാക്കുമൊക്കെ ആഗ്രഹിക്കുന്ന നമ്മൾ മനുഷ്യർ കണ്ടു പഠിക്കേണ്ട മാതൃകയാണിത്. ലോകാഡംബരങ്ങളെ വെല്ലുവിളിക്കുന്ന തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു. കൽക്കട്ടയിലെ വീടുകൾ തോറും കയറിയിറങ്ങി നടന്ന് മനുഷ്യരുടെ മലമൂത്ര വിസർജനങ്ങൾ ശേഖരിച്ച് ചുമന്നു മാറ്റുന്ന തോട്ടിപ്പണി ചെയ്യുന്ന സാധു സ്ത്രീകളുടെ വേഷം. നീല ബോർഡറുള്ള ഏറ്റവും വില കുറഞ്ഞ പരുക്കൻ വെള്ള സാരി, അതും മദർ തെരേസ തനിക്കും തന്റെ സഹോദരികൾക്കും ഔദ്യോഗിക വേഷമായി സ്വീകരിച്ചു. സാരിയുടെ അറ്റത്ത് ബംഗാളി സ്ത്രീകൾ വീടിന്റെ താക്കോൽ കെട്ടിവെച്ച് സൂക്ഷിക്കും. അതുപോലെ രക്ഷയുടെ താക്കോലായ കുരിശ് സാരിത്തുമ്പിൽ കെട്ടി സൂക്ഷിക്കാനും തീരുമാനിച്ചു. ലോകത്തെ അതിന്റെ സർവ്വവിധ മോഹങ്ങളോടും കൂടെ വെല്ലുവിളിക്കുന്ന തീരുമാനങ്ങൾ. കൽക്കട്ടയിലെ മദറിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞാലും തീരില്ല. ശുശ്രൂഷിക്കപ്പെടുന്നവർ തന്നെ കാണാനല്ല, തന്റെ സ്ഥാനത്ത് ഈശോയെ കാണാനാണ് മദർ ആഗ്രഹിച്ചത്. ലോകത്തിൽ അവന് വെളിച്ചമാകാൻ പരിശുദ്ധ അമ്മയോട് അങ്ങേയറ്റത്തെ ഭക്തി ഉണ്ടായിരുന്ന അമ്മയുടെ കയ്യിലോ സാരിയോട് ബന്ധിച്ച നിലയിലോ ജപമാല എപ്പോഴും ഉണ്ടായിരുന്നു. ഓൾ ഫോർ ജീസസ് ത്രൂ മേരി എന്നതായിരുന്നു അമ്മയുടെ രീതി. ഒരു പൈസ പോലും കയ്യിലില്ലാതിരിക്കെ പാവങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ട മരുന്നിന്റെ ലിസ്റ്റ് മരുന്നു കടയിൽ ഏൽപ്പിച്ച മദറിനെ കടക്കാരൻ അവഹേളിച്ചു. അമ്മ പുറത്തിറങ്ങി ജപമാല ചൊല്ലി. കടക്കാരൻ അമ്മയെ അടുത്തേക്ക് വിളിച്ച് ആവശ്യമുള്ള മരുന്നെല്ലാം അധികം താമസിയാതെ നൽകി. ചൈനയിൽ ഒഴിച്ച് മിക്കയിടങ്ങളിലും സന്യാസ സമൂഹങ്ങൾ സ്ഥാപിച്ച അമ്മ എന്തെങ്കിലും കാര്യം പെട്ടെന്ന് സാധിച്ചു കിട്ടണമെങ്കിൽ 9 എത്രേന്ത്യയുള്ള മാതാവെ ജപം എത്തിക്കുമായിരുന്നു. അവസാനം 10ാമതൊരെണ്ണം സാധിച്ചു കിട്ടാൻ പോകുന്ന നന്മയ്ക്ക് മുൻകൂട്ടി നന്ദി പറഞ്ഞുകൊണ്ടും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അമ്മയെ തോൽപ്പിക്കാറില്ല. ദാനം കിട്ടുന്ന ചെരുപ്പുകളിൽ നല്ലത് മറ്റുള്ളവർക്ക് കൊടുത്ത് പാകമില്ലാത്ത ചെരുപ്പിട്ട് നടന്ന് പാദത്തിന്റെ ഷേപ്പ് തന്നെ വികൃതമാക്കിയ അമ്മ. തനിക്ക് വിമാനത്തിൽ കിട്ടുന്ന ഭക്ഷണത്തിന് പകരം അതിന് കാശ് തന്നാൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞ അമ്മ. തുപ്പലും അവഹേളനങ്ങളും പരാതി കൂടാതെ സഹിച്ച് തന്റെ ബലിജീവിതം വിജയകരമായി കൊണ്ടുപോയ അമ്മ. തന്നെ ഉപദ്രവിച്ചിരുന്ന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ കുഷ്ഠരോഗിയായി വീട്ടുകാരാൽ തഴയപ്പെട്ടപ്പോൾ അഭയം നൽകിയ അമ്മ. ഈശോയുടെ കയ്യിൽ എന്ന പോലെ ആളുകൾ പുഞ്ചിരിച്ചുകൊണ്ട് സമാധാനത്തിൽ മരിക്കാനിടയാക്കിയ അമ്മ. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ര അനുഭവങ്ങൾ. ഒരിക്കൽ ഒരാൾ വലിയൊരു തുക സംഭാവന കൊടുത്തിട്ട് മദറിനോട് പറഞ്ഞു, എല്ലാ മാസവും ഒരു നിശ്ചിത തുക സംഭാവനയായി അയക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുവെന്ന്. അമ്മ ആ ഓഫർ സ്നേഹപൂർവ്വം നിരസിച്ചു. അതിന് കാരണമായി പറഞ്ഞതിതാണ്, അങ്ങനെ എല്ലാ മാസവും നിശ്ചിത തുക വരികയാണെങ്കിൽ അതിനനുസരിച്ച് അവർ കാര്യങ്ങൾ ക്രമീകരിക്കാൻ തുടങ്ങും. ഈശോയിൽ ശരണപ്പെടുന്നത് കുറയും. വിശുദ്ധൻ സാധാരണ മനുഷ്യരിൽ നിന്ന് എത്ര വ്യത്യസ്തമായി ചിന്തിക്കുന്നു. അബോർഷൻ എന്ന മഹാവിപത്തിനെ പിന്താങ്ങുന്ന മരണസംസ്കാരത്തെ നഖശിഖാന്തം അമ്മ എതിർത്തു. ഐക്യരാഷ്ട്രസഭയുടെ 40ാം വാർഷികാഘോഷത്തിൽ മദർ പ്രസംഗിച്ചു, ഇന്ന് സമാധാനത്തിന്റെ ഏറ്റവും വലിയ ശത്രു ഗർഭഛിദ്രമാണ്. ഞാൻ കൂപ്പകരങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടാത്ത കുഞ്ഞിനെ കൊല്ലരുതേ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരൂ. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്ന പുസ്തകം മദർ തെരേസയെ പറ്റി രചിച്ച മാൽക്കം മഗ്ഗറിഡ്ജ് പ്രൊട്ടസ്റ്റന്റ് സഭ വിട്ട് 80ാം വയസ്സിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. അദ്ദേഹം ഒരിക്കൽ മദറിനോട് ചോദിച്ചു, ഇപ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്യാൻ എവിടുന്നാണ് ശക്തിയും ഉത്തേജനവും ലഭിക്കുന്നത്? മദറിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, സ്വർഗത്തിൽ നിന്ന്, അനുദിനം ഞങ്ങൾ സ്വീകരിക്കുന്ന തിരുവോസ്തയിൽ നിന്ന്, ജീവനുള്ള മിശിഹായിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്. എപ്പോഴും മുറുകെ പിടിക്കാൻ മിഷണറീസ് ഓഫ് ചാരിറ്റി അംഗങ്ങളോട് അമ്മ പറഞ്ഞിരുന്ന 3 കാര്യങ്ങളാണ്: ടോട്ടൽ സറണ്ടർ, സമ്പൂർണ്ണ സമർപ്പണം; ചിയർഫുൾനെസ്, പ്രസന്നത; ലവിംഗ് ട്രസ്റ്റ്, സ്നേഹത്തിൽ ആഴപ്പെടുന്ന വിശ്വാസം. നമ്മളെയെല്ലാം ഈശോയുടെ വെളിച്ചത്തിലേക്ക് നയിക്കാനും മറ്റുള്ളവർക്ക് അവന്റെ വെളിച്ചമാകാൻ നമ്മളെ സഹായിക്കാനും മദർ തെരേസ ഏറ്റെടുത്ത ദൗത്യം ഇന്നും അമ്മ തുടരുന്നു. തന്റെ അനുയായികളോട് അമ്മ ഒരിക്കൽ പറഞ്ഞു, മദർ തെരേസ ഇവിടെ ഉള്ളത് നിങ്ങളെ സഹായിക്കാനും മാർഗനിർദ്ദേശങ്ങൾ തരാനും നിങ്ങളെ ഈശോയിലേക്ക് നയിക്കാനുമാണ്. അമ്മയും ദൈവത്തിലേക്ക് പോകേണ്ട സമയം അടുത്തു വരുന്നു. അപ്പോൾ നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ നയിക്കാനും കൃപകൾ മേടിച്ചു തരാനും കൂടുതലായി എനിക്ക് പറ്റും. മദർ തെരേസയുടെ മൃതസംസ്കാര വേളയിൽ അർപ്പിച്ച ബലിയിൽ കാഴ്ചവസ്തുവായി ഒരു പെൻസിൽ സമർപ്പിച്ചു. മദറിന്റെ ആധ്യാത്മിക വീക്ഷണത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു അത്. അമ്മ പറയുമായിരുന്നു, കർത്താവിന്റെ കയ്യിലെ പെൻസിലാണ് ഞാൻ. കർത്താവ് ഞാനാകുന്ന പെൻസിലിനെ ചെത്തി കൂർപ്പിക്കും. ഇഷ്ടമുള്ളിടത്തേക്ക് ഇഷ്ടമുള്ളത് എഴുതും.
പടം വരയ്ക്കും. ചിത്രം നന്നായാൽ ചിത്രകാരനെയല്ലേ നാം പ്രശംസിക്കുക, പെൻസിലിനെ അല്ലല്ലോ. എല്ലാ ബഹുമതിയും എന്നെ ഉപയോഗിച്ച കർത്താവിനുള്ളതാണ്. ഏതു ക്യാൻവാസിൽ പടം വരയ്ക്കണമെന്ന് ചിത്രകാരൻ തീരുമാനിക്കുന്നു. ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിൽ വിട്ടുകൊടുത്തിരിക്കുന്നു. മദറിന്റെ സമർപ്പണം എത്രമാത്രമായിരുന്നുവെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ജീവിക്കുന്ന വിശുദ്ധ എന്നറിയപ്പെടുന്ന ചെറിയ കാര്യങ്ങളും വലിയ സ്നേഹത്തോടെ ചെയ്യാൻ പറഞ്ഞ അമ്മ അങ്ങനെ ശരിക്കും സഭയിലെ വിശുദ്ധയായി, ഏറ്റവും എളിയവളായി. പാവങ്ങളിൽ ഏറ്റവും പാവങ്ങളായവർക്ക് സേവനം ചെയ്യാനുള്ള അമ്മയുടെ തിരഞ്ഞെടുപ്പ് കർത്താവ് കാണിച്ചു തന്ന സുവിശേഷത്തിന് ജീവൻ നൽകി. അമ്മയുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മദർ തെരേസ സാമുദായിക, മത, സാംസ്കാരിക ദേശവിഭജനങ്ങളില്ലാതെ ക്രൈസ്തവരുടെയും അക്രൈസ്തവരുടെയും ഹൃദയങ്ങളെ ഒന്നുപോലെ സ്പർശിച്ചു. ദൈവം ഇന്നും ലോകത്തിൽ ജീവിക്കുന്നെന്ന് പറയും പോലെയായിരുന്നു അമ്മ എണ്ണമറ്റ ജനങ്ങൾക്ക് ആയിരുന്നത്. അവളുടെ രഹസ്യം ലളിതമായിരുന്നു. അവളിലൂടെ പ്രവർത്തിക്കാനും ഈശോയ്ക്ക് അവളുടെ ജീവിതം മുഴുവനായി വിട്ടുകൊടുത്തു. I pray that each one of you be holy and so spread his love everywhere you go. Light his light of truth in every person's life so that God can continue loving the world through you and me. സ്വർഗപുഷ്പങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കേൾക്കാം. Stay tuned to